Good afternoon, all. ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇന്ന് പ്രസന്റ് ചെയ്യാനായിട്ട് ഇത്തിരി ടൈം എടുത്ത് സോറി ക്ഷമിക്കണം. ഓക്കെ, ഇപ്പോ ക്രിസ്മസ് ഒക്കെ അടിപൊളി. ആഫ്റ്റർനൂൺ ക്രിസ്മസ് ഒക്കെ എല്ലാവരും ആഘോഷിച്ചോ? ഓക്കെ ഓക്കെ, നമുക്കപ്പോ നമ്മുടെ ചാപ്റ്ററിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം എടുത്ത് വായിച്ചു നോക്കിയിരുന്നോ? വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? കുറച്ച് ദിവസം അവധിയൊക്കെ കിട്ടിയ കാരണം വായിച്ചു നോക്കാൻ സമയം കിട്ടി കാണും. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, നമ്മള് അല്ലെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിന്റെ ഏതാണ്ട് എൻഡിങ് സ്റ്റേജ് ആയി അല്ലെ? എവിടം വരെയാ എടുത്ത് നിർത്തിയത് ഓർമ്മയുണ്ടോ? പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ് അല്ലെ? ഇതുവരെയല്ലേ എടുത്ത് നിർത്തിയത്? അല്ലേ? ാണോ? പുറത്ത് നോക്കുക. പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ് ആണ് നമ്മൾ ജസ്റ്റ് പറഞ്ഞു നിർത്തിയത് അല്ലേ? ഓക്കെ അല്ലേ? ശരിയല്ലേ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രോസസ് ഓഫ് ജോബ് അനാലിസിസില് നമ്മൾ ജസ്റ്റ് ചാർട്ട് ഒന്ന് പറഞ്ഞായിരുന്നു. ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ്, പ്രിപ്പയറിംഗ് ജോബ് അനാലിസിസ്, പെർഫോമിംഗ് ജോബ് അനാലിസിസ് ആൻഡ് ഡിസൈനിങ്. എന്താണ് ഡിസൈനിങ് ജോബ് ഡിസ്ക്രിപ്ഷന്, then എന്താണ് കൺട്രോളിങ് ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻസ് അല്ലെ? അവിടെ ആ രീതിയിലാണ് ജോബ് അനാലിസിസിന്റെ പ്രോസസ്സ് നടപ്പാക്കുന്നത് അല്ലെ? മോസ്റ്റ്ലി നമുക്ക് അറിയാം ഡിഫൈനിങ് ദ ഒബ്ജക്റ്റീവ്സ്. എന്തായാലും ഓർഗനൈസേഷൻ എന്തെങ്കിലും ലക്ഷ്യം കേന്ദ്രീകരിച്ചിട്ട് തന്നെയാണ് അല്ലെ അത് സ്റ്റാർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും ചിലപ്പോൾ ചില ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കാം. എന്തായാലും ലക്ഷ്യം അല്ലെ അത് നിർവചിക്കേണ്ടത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഫസ്റ്റ്ലി ഡിഫൈനിങ് ദ ഒബ്ജക്റ്റീവ്സ് ആണ്. The foremost step in the process of a job analysis is defining the objectives of the job analysis അല്ലെ? ജോബ് അനാലിസിസ് നടത്തുക, ജോബ് ഇങ്ങനെ വിശകലനം ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് മോസ്റ്റ്ലി നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത്. The objective could be ഓക്കെ എന്നാ പറഞ്ഞോളൂ. നമ്മളിത് കവർ ചെയ്ത് പോയതാണോ? ഒരു മിനിറ്റ് സോറി, നമുക്ക് അതിന്റെ സ്റ്റാർട്ടിങ് ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് ചെയ്തു അല്ലെ?
ഓക്കെ ഞാൻ ക്ലാസ് ഒന്ന് ചേഞ്ച് ചെയ്ത് പോയി. ഓക്കെ, നമ്മള് ചരം 8 പകരം ഞാൻ ചരം 6 ഒരു 9 പോർഷൻസ് ഒക്കെയാണ് കവർ ചെയ്തത്. ഓക്കെ, നമുക്ക് ഇപ്പൊ തന്നെ ഇത് ചെയ്യാം. എന്റെ 3 ക്ലാസ് ഒന്നിച്ച് വന്നത് കൊണ്ടുള്ള ഒരു ഇതാണ്. സോറി. നമ്മള് കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് അല്ലെ, അവിടെയാണ് എന്ന് പറഞ്ഞോളൂ. ഓക്കെ, ഓക്കെ, നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണ്, പലതരത്തിലുള്ള മെത്തേഡ്സിനെ കുറിച്ചിട്ടാണ് അല്ലെ. റിസർച്ച്, കോസ്റ്റ് കണ്ടെയ്ൻമെന്റ്, അതില് കുറച്ച് വിഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്ത് പോയത്. then അതില് നിങ്ങൾ വായിച്ചു നോക്കി കാണും അല്ലെ. തീർച്ചയായിട്ടും കോസ്റ്റ് കണ്ടെയ്ൻമെന്റിന്റെ ലാസ്റ്റ് ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ഓൾട്ടർനേറ്റീവ് ടെക്നിക്സ് ഇവിടെ തുടങ്ങിയല്ലേ എടുക്കേണ്ടത് അല്ലേ. അപ്പൊ നമ്മള് ഇതില് പ്രധാനമായിട്ടും കണ്ടത് എന്താണ്, എംപ്ലോയീസ് ചോയ്സ് അല്ലെ. അവിടെ നമുക്കറിയാം ഫ്രിഞ്ച് ബെനഫിറ്റ്സ്, ഈ ബെനഫിറ്റ്സുകളെല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ. എംപ്ലോയീസിന് അത് കൃത്യമായിട്ട് തന്നെ അനുയോജ്യമായിട്ടുള്ള ഒരു ബെനഫിറ്റ്സ് അത് ലഭ്യമാക്കി കൊടുത്താലാണ് തീർച്ചയായിട്ടും അവർ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ, ഓർഗനൈസേഷന് ഗുണകരമായിട്ട് തന്നെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അത് വേണമെങ്കിൽ നമുക്കറിയാം പേഴ്സണൽ ഇന്റർവ്യൂ നടത്തി കൈകാര്യം ചെയ്യാം, അല്ലെങ്കിൽ സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യൻസ് വഴി നമുക്ക് കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞു. ദെൻ സോഫിസ്റ്റിക്കേറ്റഡ് റിസർച്ച് മെത്തേഡ് വഴി കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് അല്ലെ. നമുക്ക് അധികം കോസ്റ്റ് ഇല്ലാതെ തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കണം അല്ലെ. ഓർഗനൈസേഷൻ എപ്പോഴും എന്താണ്, എംപ്ലോയീസിന്റെ അനുകൂലമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് ബേർഡൻ ആയിട്ടുള്ള കോസ്റ്റ് എംപ്ലോയർ ഒരിക്കലും താങ്ങില്ല. എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ എംപ്ലോയി കൂടി സഫർ ചെയ്യാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചാലാണ് തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് മാത്രമല്ല, കൂടുതലായിട്ടുള്ള കോസ്റ്റ് സഫർ ചെയ്ത് കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ നഷ്ടത്തിൽ പോകാനും സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അല്ലെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ട് വേണം ഈ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. Apart from the plans of medical expenses, the different types of provisions and practices which are most common cost containment methods and are being implemented by many employers at present are stated below. അല്ലെ, അവിടെ തീർച്ചയായിട്ടും പറയുന്നുണ്ട് നല്ല രീതിയിൽ അല്ലെ. അവിടെ എന്താണ്, പല രീതിയിലുള്ള പ്രൊവിഷൻസ് ഉണ്ടാവാം അല്ലെ. എംപ്ലോയീസിന് നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ഇത് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അതായത് ചിലപ്പോൾ മെഡിക്കൽ ആനുകൂല്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മറ്റു വ്യക്തികൾക്ക് കൂടി എംപ്ലോയീസിന്റെ എന്താ പറയാ കൂടുതലായിട്ട് അനുയോജ്യമായിട്ടുള്ള എന്താ പറയാ നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനും കൂടി അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാനായിട്ട് ചിലപ്പോൾ ചില കമ്പനികൾ തയ്യാറാവും. ചിലപ്പോൾ ഒരുപക്ഷെ അവിടെയുള്ള വർക്കിംഗ് പേഴ്സൺസിന് മാത്രം, അത് അവരുടെ ആ ഒരു ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി അനുസരിച്ചിട്ടായിരിക്കും അതിനൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാവും. ഓൾട്ടർനേറ്റീവ് ടെക്നിക്സ് ഓഫ് ഫണ്ടിങ് വിച്ച് ഹെൽപ്പ് ഇൻ ഇംപ്രൂവിംഗ് ക്യാഷ് ഫ്ലോ ആൻഡ് റെഡ്യൂസിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് അല്ലെ. അവിടെ നമ്മൾ എപ്പോഴും വ്യത്യസ്ത തരത്തിലുള്ള മെത്തേഡ്സ് നമ്മൾ തീരുമാനിക്കണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും കോസ്റ്റ് കുറയുന്ന തരത്തിൽ അല്ലെ, അധികം ചെലവില്ലാത്ത രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നത് ചിലപ്പോൾ വേണമെങ്കിൽ എംപ്ലോയീസിന്റെ കോൺട്രിബ്യൂഷൻ കൂടി ഉണ്ടെങ്കിൽ അധികം ചെലവില്ലാതെ പോകാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഫണ്ടിങ് ടെക്നിക്സുകൾ അവൈലബിൾ ആക്കിയിട്ട് ക്യാഷ് ഫ്ലോ അല്ലെ അതിന്റെ ആ ഒരു തടസ്സമില്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. Then diversing a competitive bidding among the insurance firms and third-party administrators which can reduce administrative cost. Then മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള കോസ്റ്റ് കുറയ്ക്കാനായിട്ടുള്ള മറ്റൊരു വഴി എന്ന് പറയുന്നത് തേർഡ് പാർട്ടി അല്ലെ, ഇൻഷുറൻസ് കമ്പനികളൊക്കെ വരാം. അപ്പൊ അവരും കുറച്ച് റിസ്ക് വഹിക്കാനായിട്ട് തയ്യാറാണ് അല്ലെ. അവരും കൂടി ഉൾപ്പെടുത്തുമ്പോഴെന്താണ്, ഫുള്ളി ബേൺ അല്ലെ, അവിടെ ആ ഒരു ബേർഡൻ ആയിട്ടുള്ള റിസ്ക് എംപ്ലോയറെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരില്ല, കുറച്ച് ഇൻഷുറൻസ് കമ്പനികളോടി ഏറ്റെടുത്തു. സോ എന്താണ്, നമുക്ക്
കുറച്ച് ഫിനാൻഷ്യലി അല്ലെ ഫിനാൻസ് കോസ്റ്റ് കൺട്രോൾ ചെയ്ത് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. Then different types of employees assistance and wellness programs which can control future medical claims and reduce absenteeism. Okay. തീർച്ചയായിട്ടും നമുക്കറിയാം ഇങ്ങനെയൊക്കെ നമ്മൾ എന്തെങ്കിലും അല്ലെ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോ ചില എന്തെങ്കിലും ഫ്രഞ്ച് ബെനിഫിറ്റ്സുകൾ ആനുകൂല്യങ്ങളൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും മസ്റ്റായിട്ടും അവർ വരണം അല്ലെ. ഒരുപാട് ലീവുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചില ഇൻഷുറൻസ് കാര്യങ്ങളൊന്നും ലഭ്യമല്ലാത്ത സ്ഥിതിയിലേക്കൊക്കെ വരാം. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അറേഞ്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് എംപ്ലോയീസ് മസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാവും. കാരണം ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് പരമായിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ എന്താണ് അബ്സെന്റിസം ഇല്ലാതെ തന്നെ അവിടെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. സോ അതും ഒരു ടെക്നിക്കാണ് അല്ലെ. ഇപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എംപ്ലോയി അസിസ്റ്റൻസ് ആൻഡ് വെൽ പ്രോഗ്രാംസ് വിച്ച് ക്യാൻ കൺട്രോൾ ഫ്യൂച്ചർ മെഡിക്കൽ ക്ലെയിംസ് ആൻഡ് റിഡ്യൂസ് അബ്സെൻസ്. ഈ രീതിയിൽ നല്ല വെൽ പ്രോഗ്രാം ആയിട്ട് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ക്ലെയിംസ് ഒക്കെ കുറച്ചു കൊണ്ടുവരാതെ മാത്രമല്ല അങ്ങനെ അവിടെയുള്ള എംപ്ലോയീസിന്റെ ആബ്സെന്റീസും റിഡ്യൂസ് ചെയ്ത് വരാനായിട്ട് സാധിക്കുമെന്നതാണ്. Then considering that most plans which are formulated by the employers also cover the dependents, then the awareness has also increased with respect to informing the dependents of the employees about different types of benefit plans organized by the firm. അതായത് നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകൾ ഓരോ ഓർഗനൈസേഷൻ എന്താണോ ലഭ്യമാകുന്നത് അത് തന്നെ ആയിരിക്കില്ല മറ്റൊരു ഓർഗനൈസേഷൻ കൊടുക്കുന്നത് അല്ലെ. അവര് പലതരത്തിലുള്ള കാര്യങ്ങളെ എല്ലാം തന്നെ ആശ്രയിച്ചിട്ടാണ് അല്ലെ. ചിലപ്പോൾ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ എംപ്ലോയീസിനെ കുറിച്ച് ഇൻട്രസ്റ്റ് എന്താണ് അല്ലെങ്കിൽ ഇത് ഈ ഓർഗനൈസേഷൻ ഏറ്റവും ഗുണകരമായിട്ടുള്ളതാണോ അല്ലെ. അങ്ങനെ പല കാര്യത്തിനെ കുറിച്ചിട്ടും അവര് നന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷമാണ് എന്താണ് എന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങൾ തീരുമാനിക്കുന്നത് അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബെനിഫിറ്റ് പ്ലാൻസ് ഓർഗനൈസ് അതിന് ആ രീതിയിൽ ആലോചിച്ചുറപ്പിച്ചതിന് ശേഷമാണ് വ്യത്യസ്ത തരത്തിലുള്ള ബെനിഫിറ്റ് പ്ലാനുകളെ കുറിച്ചിട്ട് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവരെ ആലോചിക്കുന്നത്. സോ അങ്ങനെ ഒന്നും അറിയാതെ അല്ലെങ്കിൽ ഒന്നും നോക്കാതെ ഒരു തരത്തിലും ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകൾ എംപ്ലോയീസിനെ ലഭ്യമാക്കാനായിട്ട് ശ്രമിക്കരുത്. എംപ്ലോയീസിന് എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് അല്ലെ ഒരു അധികം ചെലവില്ലാത്തൊരു രീതിയും കൂടി അവലംബിച്ചിട്ട് വേണം എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ നടപ്പാക്കാനായിട്ട്. ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇൻ ബെനിഫിറ്റ് ഓറിയന്റേഷൻസ് സപ്പോസ് ക്യാൻ ബി ഇൻവൈറ്റഡ് ടു പാർട്ടിസിപ്പേറ്റ്. ഓക്കെ നമുക്കറിയാം ഈ ഒരു ചിലപ്പോഴൊക്കെ അല്ലെ അവിടെ എന്താണ് പ്രൊവിഷണറി പീരീഡ് ടൈമുകളിലൊക്കെ അധികം എക്സ്പെൻസ് വരില്ല അല്ലെ. ആ ടൈമിലൊക്കെ എന്താണ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഡ്യൂട്ടിയിൽ നിന്ന് അല്ലെ അവർക്ക് ഏർണിങ്സ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. സോ ആ ഒരു രീതിയിലൊക്കെ ഒരുപാട് പേരെ ഇൻവൈറ്റ് ചെയ്യും. ചിലപ്പോൾ അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെ അവരെ ഇൻവൈറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി സ്വീകരിക്കും. അത് ഓർഗനൈസേഷന്റെ കൃത്യമായിട്ടുള്ള ഡിസിഷന്റെ അടിസ്ഥാനത്തിൽ അല്ലെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവരുടെ കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ലഭ്യമാകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അധികം കോസ്റ്റ് ഇല്ലാതെ തന്നെ എന്നാൽ എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന രീതി അത് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് കണ്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്. ഓക്കെ ക്ലിയർ ആണോ? കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് ഒക്കെയാണ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജ് തീരുമാനിക്കുമ്പോൾ മോസ്റ്റ്ലി നമുക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ തന്നെയാണ്. കോസ്റ്റ് അധികം കുറയ്ക്കുകയും വേണം അല്ലെ. ആ രീതിയിൽ തന്നെ നല്ലൊരു തീരുമാനങ്ങൾ നമുക്ക് എടുക്കണം. സോ അവിടെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. അവരുടെ ഇൻട്രസ്റ്റുകൾ എന്താണെന്ന് എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റ് എന്താണെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ അല്ലെങ്കിൽ അധികം റിസ്ക് എടുക്കാനായിട്ട് എംപ്ലോയർ തയ്യാറാണോ എന്നൊക്കെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ അവിടെ ആവശ്യമാണ് അല്ലെ. അല്ലെങ്കിൽ നോട്ട് മച്ച് അറ്റൻഷൻ വാസ് പെയ്ഡ് ടുവേർഡ്സ് കമ്മ്യൂണിക്കേറ്റിംഗ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബെനിഫിറ്റ്സ് പ്ലാൻസ് ടു ദ എംപ്ലോയീസ് ബൈ ദ എംപ്ലോയേഴ്സ്. ഓക്കെ തൊഴിലുടമ ഒരുപാട് എംപ്ലോയീസുമായിട്ടൊന്നും അധികം കമ്മ്യൂണിക്കേഷൻ അല്ലെ ആശയവിനിമയം നടത്തുന്ന സാഹചര്യമൊന്നും ആയിരുന്നില്ല പഴയ കാലഘട്ടങ്ങളിലൊക്കെ. The main attitude behind this was that the employers thought that any kind of a benefit which is provided to the employees will be appreciated by them. Okay, അവരുടെ ധാരണ എന്താന്ന് വെച്ചാൽ തൊഴിലുടമയുടെ ധാരണ എന്ന് വെച്ചാൽ എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തായാലും വിലമതിക്കും അല്ലെ. എംപ്ലോയിക്ക് അത് ഭയങ്കര കാര്യമായിരിക്കും എന്നുള്ള ഒരു അസംപ്ഷനാണ്. പക്ഷെ നവേ ഡേയ്സിൽ നമുക്കറിയാം
എംപ്ലോയിക്ക് കൃത്യമായിട്ട് അനുയോജ്യമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തില്ലെങ്കിൽ അല്ലെ, അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജ് ലഭ്യമല്ലാണെങ്കിൽ അവര് തീർച്ചയായിട്ടും കമ്പനിയിൽ നിന്നൊക്കെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. സോ അവരുടെ ഇൻട്രസ്റ്റ് അല്ലെ പ്രിഫറൻസ് ഒക്കെ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് തന്നെ ബെനിഫിഷ്യൽ പാക്കേജുകൾ തീരുമാനിക്കേണ്ടത് ആവശ്യമാണ്. The literature prepared by the insurance company for the coverage was the only available information which was provided to the employees. എംപ്ലോയീസിനൊക്കെ ആണെങ്കിൽ ഇൻഷുറൻസ് കമ്പനികളെ എന്തെങ്കിലും വാഗ്ദാനങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ മാത്രമാണ് അവർക്ക് അറിയാനായിട്ടുള്ള ഒരു മാധ്യമമായിട്ട് കൊടുക്കുന്നത്. Then, but in the recent past, the situations has changed significantly. Okay, പ്രധാനമായിട്ടും ഈ ഒരു രീതിയൊക്കെ മാറി. കാരണം ആനുകൂല്യങ്ങളൊക്കെ എന്താണ് എംപ്ലോയീസിന് അനുയോജ്യമാണോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന അറിവിനേക്കാൾ അപ്പുറം നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ അവിടെ ആവശ്യമാണ്. The different types of information related to benefit plans are required to be given to the employees by the employers according to the legal framework. ചിലപ്പോ ഒക്കെ നമുക്കറിയാം കുറെ ആക്ടുകളൊക്കെ ഉണ്ട്, നിയമവ്യവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പൊ ചില നിയമവ്യവസ്ഥകളൊക്കെ ചില കമ്പനികൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ മസ്റ്റ് ആയിട്ട് അവർക്ക് ലഭ്യമാക്കേണ്ടതായിട്ട് വരും. ഉണ്ടാവില്ലേ? ഉണ്ടാവോ അത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ മനസ്സിലാക്കിയിട്ട് മാത്രമാണ് തൊഴിലുടമയ്ക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുള്ളൂ. തൊഴിലുടമ വെറുതെ ഉറപ്പായിട്ടൊന്നും എംപ്ലോയിക്ക് തോന്നുന്ന രീതിയിലുള്ള ബെനിഫിഷ്യൽ പാക്കേജ് ഒന്നും ലഭ്യമാക്കി കൊടുത്താൽ അത് കണ്ടിന്യൂ ചെയ്തു പോകാൻ സാധിക്കില്ല. ചില സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് അവർക്ക് അവൈലബിൾ ആക്കേണ്ട കാര്യങ്ങളൊക്കെ നിയമപരമായിട്ട് തന്നെ അവർക്ക് എംപ്ലോയീസിന് അനുകൂലമായിട്ട് തന്നെ അവൈലബിൾ ആക്കണം. അതിനപ്പുറം എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റും കൂടി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകളൊക്കെ തീരുമാനിക്കാൻ പാടുള്ളൂ. Apart from this, most of the employers found that employees are not serious about the different types of benefits plans, and they do not understand the significance of these benefits plans for themselves and for their families. Okay, അവരുടെ കുടുംബാംഗങ്ങൾ അല്ലെ അവർക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള പ്രാധാന്യത്തോട് കൂടിയിട്ട് അതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് ഈ ബെനിഫിഷ്യൽ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട് പാടുള്ളൂ അല്ലെ. ഒരിക്കലും സീരിയസ് ആവാതെ ഒരു വളരെ റഫായിട്ടൊന്നും ബെനിഫിഷ്യൽ പാക്കേജുകളൊന്നും കൊടുക്കാനായിട്ട് അവര് ശ്രമിക്കരുത്. The dissatisfaction which arise due to different types of misunderstandings regarding the benefits plans can be reduced significantly with the help of effective communication. Okay, നമുക്കറിയാം ഈ ഡിസാറ്റിസ്ഫാക്ഷൻ അല്ലെ, ഈ ഒരു അസംതൃപ്തി ഡിസാറ്റിസ്ഫാക്ഷൻ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാ? ഇപ്പോ അവിടെയുള്ള എംപ്ലോയീസിന് എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കൊടുത്താൽ ചിലപ്പോൾ അവര് തൃപ്തികരമാകണമെന്നില്ല. ഈ ഒരു തൃപ്തികരമല്ലാത്ത അവസ്ഥ നമുക്ക് ഒന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ എന്താ ഒരു പോംവഴി എന്ന് പറയുന്നത്? അവരുടെ സാറ്റിസ്ഫാക്ഷൻ എന്താന്നുള്ളത് ഗ്രഹിക്കുക എന്നുള്ളതാണ് അല്ലെ, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ലെ. ശരിയല്ലേ? എംപ്ലോയീസിന് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് താല്പര്യമുള്ളത് അല്ലെ, അവർക്കൊന്ന് എന്റർടൈൻമെന്റിനാണോ താല്പര്യം, അതല്ലെങ്കിൽ കുറച്ച് കൂടി ഫണ്ട് കൂട്ടിത്തരാനാണോ താല്പര്യം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പില് നല്ലൊരു പേരൊക്കെ കിട്ടത്തക്ക വിധത്തിലുള്ള റിപ്പോർട്ടും അല്ലെ ഒരു എന്താണ് എന്തെങ്കിലും അല്ലെ അവർക്ക് കുറച്ചും കൂടി എന്താ പറയുക അവരുടെ ഇമേജ് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾക്കാണോ കൂടുതൽ പ്രിഫറൻസ് അല്ലെ. അപ്പൊ അവരുടെ ഇൻട്രസ്റ്റ് ഒക്കെ തന്നെ പറയുന്നുണ്ട്, അവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ എന്താണ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ അല്ലെ, ഫലപ്രദമായിട്ടുള്ള ഒരു ആശയവിനിമയം അവിടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ആ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ദ ഡിസാറ്റിസ്ഫാക്ഷൻ വിച്ച് അറൈസ് ഡ്യൂ ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. Regarding the benefit plans can be reduced significantly with the help of effective communication. അപ്പൊ ഇത്തരത്തിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അംഗീകരിക്കണമെങ്കിൽ അവിടെ മോസ്റ്റ് ആയിട്ട് എന്താ വേണ്ടത്? എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ ആവശ്യമാണ്. അല്ലേ? നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോവാലോ. ഓക്കെ അല്ലേ? കമ്മ്യൂണിക്കേഷൻ നോട്ട് ചെയ്യേണ്ട പോയിന്റ് നോട്ട് ചെയ്തോ? ലാസ്റ്റ് പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തേരെ.
നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. This can also help decrease the employee turnover based upon the degree to which the employees understand the real value of these benefits plans. ഓക്കെ, യഥാർത്ഥമായിട്ടുള്ള വാല്യൂ അല്ലെ, അതിന്റെ മൂല്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാം, എംപ്ലോയി ടേൺ ഓവർ ബേസിൽ എന്ന് പറഞ്ഞാൽ എംപ്ലോയി ചിലപ്പോൾ ഈ ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാകുന്നുണ്ട് എങ്കിൽ മാത്രമായിരിക്കും ആ കമ്പനിയിൽ തുടരാനായിട്ട് താല്പര്യപ്പെടുന്നത് അല്ലെ. അപ്പൊ അത് തുടരാൻ അല്ലെ, അവിടെ എന്താണ് നല്ലൊരു സിൻസിയോറിറ്റി ഉണ്ടെങ്കിലാണ്, ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിലാണ് ആ കമ്പനിയിൽ തുറന്നു പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത്. സോ എന്താണ് അവരുടെ വാല്യൂ അല്ലെ, ആ ഒരു മൂല്യം ഉള്ളത് കൊണ്ട്, ആ മൂല്യം മനസ്സിലാക്കി തന്നെ ആ ഒരു എംപ്ലോയീസ് അവിടെ നിന്ന് വിട്ടുപോകാനായിട്ടുള്ള സാധ്യത ഇല്ലാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവർക്ക് അനുയോജ്യമായിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാക്കേണ്ടതാണ്. At the same time, the significance of communication for training support of employees is also recognized by the employees, so that the attempt to cost containment becomes a success. Okay. തീർച്ചയായിട്ടും നമുക്കറിയാം, നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ എംപ്ലോയർക്കും ഗുണമാണ്. അതായത് ഒരുപാട് കോസ്റ്റ് ബേർഡൻ ആവാതെ തന്നെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള കോസ്റ്റ് സഫർ ചെയ്തുകൊണ്ട് തന്നെ എംപ്ലോയിക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകളൊക്കെ തീരുമാനിക്കാൻ സാധിക്കും അല്ലെ. ഇൻ കേസ് ഒരു പിക്നിക്കിനൊക്കെ പോവുകയാണെങ്കിൽ മോസ്റ്റ്ലി എന്താണ് ഫുൾ എമൗണ്ട് ചിലപ്പോൾ വേണമെങ്കിൽ അല്ലെ, അവിടെ ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടുകയാണെങ്കിൽ ചിലപ്പോൾ എംപ്ലോയീസ് പറയും അല്ലെ, ഫുൾ ആയിട്ട് സഫർ ചെയ്യണമെന്നില്ല, കുറച്ചെങ്കിലും ഞങ്ങൾ പേയ്മെന്റ് നടത്താനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്താണ്, എംപ്ലോയർക്കും ഹാപ്പിയാണ്, എംപ്ലോയിക്കും ഹാപ്പിയാണ്. എംപ്ലോയിയുടെ ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ ഹാപ്പി അല്ലെ, ആ ഒരു ഹാപ്പി മൂഡിലേക്ക് കൊണ്ടുവരാനാണ് എംപ്ലോയർ ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ തീരുമാനിക്കുന്നത്. സോ അതോടൊപ്പം തന്നെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്, അവര് നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് അതിനുള്ള ഒരു ചാൻസ് ഒക്കെ അവർക്ക് അവൈലബിൾ ആകും. As employees are provided with more choice in respect of their own benefits, the importance of a benefit of a communication is increasingly essential. ഓക്കെ, അവരെ സ്വന്തം ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, അത് എന്താന്നൊക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഒന്ന് മാനിക്കണം അല്ലെ, എംപ്ലോയീസിനെ മാനിക്കണം. അതായത് എംപ്ലോയി ആയിട്ട് നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തി അവരിൽ നിന്ന് എന്താണെന്നുള്ളത് മനസ്സിലാക്കി എടുക്കാനായിട്ടുള്ള ഒരു അത്യാവശ്യം ആ ഒരു രീതി ഫോളോ ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, അവിടെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ തീരുമാനങ്ങളൊക്കെ നടപ്പാക്കി കൊണ്ടുപോകാൻ സാധിക്കും. സോ ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഡിസിഷൻസിന് എന്താ പ്രത്യേകത, ഒരുപാട് എംപ്ലോയീസും സാറ്റിസ്ഫൈഡ് ആണ്, അതുപോലെ തന്നെ എംപ്ലോയർക്കും ഗുണം ചെയ്യും, എംപ്ലോയർക്കും ഒരുപാട് കോസ്റ്റ് ബേർഡൻ വഹിക്കേണ്ടതായിട്ട് വരില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? മറ്റേ കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തില് ഇമ്പോർട്ടന്റ് ഓക്കെ അല്ലേ? ഒക്കെയാണോ? എന്തെങ്കിലും പറയേണ്ടതുണ്ടോ? ഓക്കെ, ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് നോക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ,
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? നമുക്ക് ഇമ്പോർട്ടൻസിലേക്ക് പോകാം. ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ്. ഓക്കെ, കുറച്ച് ഗ്യാപ്പിനൊക്കെ ശേഷം വന്നേക്കാണ് അല്ലെ. അപ്പൊ ചെറിയൊരു അടിയൊക്കെ ഉണ്ടാവും. ഇനി നമുക്കത് മാറ്റിക്കളയാം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് തന്നെ പോവാം. ഓക്കെ, മെസ്സേജ് ഒക്കെ അയക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എംപ്ലോയി ബെനിഫിറ്റ്സിന്റെ ഇമ്പോർട്ടൻസ് ആണ്. ഫസ്റ്റ്ലി നമുക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഫോർ വർക്കേഴ്സ്. ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് കൊണ്ട് എന്തൊക്കെ നേട്ടങ്ങളാണെന്നുള്ളതിൽ ആദ്യം തന്നെ വരുന്നത് എന്താണ്? ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഫോർ വർക്കേഴ്സ്. ഓക്കെ, എന്താണ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്? Fringe benefits directly or indirectly help the employee to financially suffer. Example are medical assistance, consumer societies, and legal and education assistance. Okay, നമുക്ക് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, എന്തെങ്കിലും മെഡിക്കൽ ഫീൽഡിലൊക്കെ വരുമ്പോൾ എക്സ്പെൻസ് ഒക്കെ എന്താണ് ബൾക്കായിട്ട് ബർഡൻ വഹിക്കേണ്ട അല്ലെ, അത്രയും ചുമതല ഉണ്ടാവുന്നില്ല. കുറച്ച് റെഡ്യൂസ് ചെയ്ത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു അവസ്ഥ കമ്പനി തന്നെ ഒരുക്കി തരുന്നു. അതുപോലെ തന്നെ കൺസ്യൂമർ സൊസൈറ്റികൾ അല്ലെ, നമുക്കറിയാം സാധാരണ രീതിയിൽ മാർക്കറ്റുകളിൽ അവൈലബിൾ ആകുന്ന രീതിയിൽ തന്നെയുള്ള വില കുറഞ്ഞ രീതിയിൽ നമുക്ക് സാധനങ്ങളൊക്കെ ലഭ്യമാക്കുന്ന ഒരു രീതി. അതേപോലെ തന്നെ ലീഗൽ ആൻഡ് എഡ്യൂക്കേഷൻ അസിസ്റ്റൻസ് അല്ലെ, എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നിയമ നടപടികൾക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള രീതിയിൽ അധികം ഫിനാൻഷ്യലി എന്താണ് ഇൻട്രസ്റ്റ് ഒന്നും ഈടാക്കാത്ത തരത്തിലുള്ള ലോണും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനൊക്കെ ആയിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കമ്പനി ഓഫർ ചെയ്യുന്നു. നോക്കാം. അപ്പൊ അത്തരത്തില് ഓഫർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് എംപ്ലോയിക്ക് ഫിനാൻഷ്യലി ഒരു സപ്പോർട്ട് കൂടിയാണ് ഈ ഒരു ബെനിഫിഷ്യൽ പാക്കേജ് കൊണ്ട് ലഭ്യമാകുന്നത്. Such benefits result in substantial savings which can be invested for financial security after recruitment. ഓക്കെ, ഇത് മാത്രമല്ല നമുക്കറിയാം, നമുക്ക് അല്ലെ പിന്നെ ഭാവിയിലേക്കുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെ, ഇൻ കേസ് ഫിനാൻഷ്യലി നമുക്ക് മീറ്റ് ചെയ്യേണ്ട അവസരങ്ങളിലൊക്കെ അല്ലെ, അതൊരു ഒന്നിച്ചൊരു ബർഡൻ ആവാതെ തന്നെ നമുക്ക് കുറച്ച് രീതിയിൽ നമുക്ക് താങ്ങാവുന്ന രീതിയിലേക്ക് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജ് കൊണ്ട് ലഭ്യമാകുന്നത്. അപ്പൊ ഫിനാൻഷ്യലി സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ സെക്യൂർ ആവാം അല്ലെ, നമുക്ക് എന്താണ് ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ അല്ലെ ഫണ്ട് ആവശ്യമായിട്ടുള്ള സമയങ്ങളിൽ നമുക്കൊരു സഹായം അത് ലഭ്യമാക്കാനായിട്ട് ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജ് വരുമ്പോൾ ഫിനാൻഷ്യലി അല്ലേ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ, എംപ്ലോയീസിനെ ഫിനാൻഷ്യലി അല്ലേ. ഓക്കെ, അപ്പോ ആ ഒരു രീതിയിൽ നമുക്ക് സപ്പോർട്ടിങ് അവൈലബിൾ ആക്കി തരുന്നു. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റിഡക്ഷൻ ഇൻ അട്രിഷൻ റേറ്റ്. എന്താണ് അട്രിഷൻ റേറ്റ് എന്ന് പറയുന്നത്? അതായത് കമ്പനിയിൽ നിന്ന് വിട്ടുപോകുന്ന നിരക്ക്. നോക്കാം, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഇൻഡ്യൂസ് ലോങ് ടേം കമ്മിറ്റ്മെന്റ് ഓൺ ദ പാർട്ട് ഓഫ് വർക്കേഴ്സ്. ഓക്കെ, നമുക്ക് ഇൻഷുറൻസ് കാര്യങ്ങൾ കിട്ടും, അതല്ലെങ്കിൽ ഈ തരത്തിലുള്ള അല്ലെ കുറച്ച് ഇത്രയും മെമ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള എല്ലാ ബെനിഫിറ്റ്സും കിട്ടും. അങ്ങനെയൊക്കെ കുറെ ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് ആ കമ്പനിയിൽ നിന്ന് വിട്ടുപോകാനായിട്ട് അവർ തയ്യാറാവില്ല. ശരിയല്ലേ? ആണോ? എന്തെങ്കിലും ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാകുമ്പോൾ ആ കമ്പനിയിൽ നിന്ന് വിട്ടുപോകാൻ തയ്യാറാവോ? ഇല്ല അല്ലെ, അവര് എന്താണ് അതിന് ആ കമ്പനിയിൽ തുടരാനായിരിക്കും താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാ പറയുന്നത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഇൻഡ്യൂസ് ലോങ് ടൈം കമ്മിറ്റ്മെന്റ് അല്ലെ, ഒരു ദീർഘകാലത്തേക്ക് ആ സ്ഥാപനത്തിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് കടപ്പാട് അത് അവിടെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാകുമ്പോൾ ദിസ് റിസൾട്ട്സ് ഇൻ റിഡക്ഷൻ ഓഫ് ട്രെയിനിങ് ആൻഡ് റിക്രൂട്ട്മെന്റ് കോസ്റ്റ്. നമുക്കറിയാം ഇത് മൂലം എന്താണ് ട്രെയിനിങ്ങും റിക്രൂട്ട്മെന്റ് കോസ്റ്റ് കുറയ്ക്കണം എന്ന് പറയുന്നത്. അതായത് ആ കമ്പനിയിൽ നിന്ന് തൊഴിലാളികൾ വിട്ടുപോകാൻ തയ്യാറല്ല എങ്കിൽ എന്താ പ്രത്യേകത? വീണ്ടും സെലക്ഷനും കാര്യങ്ങളൊക്കെ അല്ലെ, തൊഴിലാളികളെ കണ്ടെത്തേണ്ട നടപടിക്രമങ്ങൾ, റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ടെസ്റ്റിംഗ് കാര്യങ്ങളൊന്നും നടത്തേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല അല്ലെ. അതിനു വേണ്ടി വരുന്ന കോസ്റ്റ് നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള എംപ്ലോയീസ് നിലനിന്ന് പോവുകയാണെങ്കിൽ അവർക്ക് വീണ്ടും വീണ്ടും ട്രെയിനിങ് ഒന്നും കൊടുക്കേണ്ട അല്ലെ, കാരണം അവര് ഇങ്ങനെ അത്യാവശ്യം ട്രെയിനിങ് ഒക്കെ കിട്ടി അവര് ബെറ്റർ ആയിട്ട് അല്ലെ ഓർഗനൈസേഷന് പൊരുത്തപ്പെട്ട് പോകുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കും. സോ ഇത്തരത്തിലുള്ള കോസ്റ്റുകളെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. The fringe benefits are key factors that have a bearing on the employee's decision to leave or continue with his employer. Okay, നമുക്കറിയാം എന്താണ് അവിടെ എംപ്ലോയറിനോടൊപ്പം തന്നെ ഒരുപാട് നാള് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ള ആഗ്രഹമായിരിക്കും ഏതൊരു എംപ്ലോയിക്ക് ഉണ്ടാക്കുക. കാരണം
അതർ ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ അവർക്ക് ലഭ്യമാകുന്നുണ്ട്. സോ ഓക്കെ, നമുക്ക് എംപ്ലോയർ ഈ തൊഴിലുടമയോടും കൂടെ അല്ലെങ്കിൽ അവരുടെ അണ്ടറിൽ തന്നെ ജോലി ചെയ്യാനായിട്ട് അവര് താല്പര്യപ്പെടും. ഓക്കെ, ഫസ്റ്റ് മനസ്സിലാക്കുക ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഫോർ വർക്കേഴ്സ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റിഡക്ഷൻ ഇൻ അട്രീഷൻ റേറ്റ്. ഓക്കെ ആണോ? എന്താണ് അട്രീഷൻ റേറ്റ് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഇൻഡ്യൂസ് ലോങ് ടൈം കമ്മിറ്റ്മെന്റ് ഓൺ ദ പാർട്ട് ഓഫ് വർക്കേഴ്സ്. ഓക്കെ, നമുക്കറിയാം ഇത് അതിന്റെ ഫലം എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ഹോസ്പിറ്റലില് വീണ്ടും വീണ്ടും റിക്രൂട്ട്മെന്റും ട്രെയിനിങ് ഒക്കെ നടത്തി കൊടുക്കുന്ന ചെലവിനെ കുറച്ചുകൊണ്ടുവരാൻ സഹായിക്കും. ഓക്കെ, വായിക്കാം. ഓക്കെ അല്ലേ? സെക്കൻഡ് പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യുക. എന്താണ് ഈ അട്രിഷൻ റേറ്റ് എന്നുള്ള ഒരു സംശയം വേണ്ട, പുറത്ത് വെച്ചേക്കാം. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഇൻഡ്യൂസ് ലോങ് ടൈം കമ്മിറ്റ്മെന്റ് ഓൺ ദ പാർട്ട് ഓഫ് വർക്കേഴ്സ്. അവരോട് ഒരു കടപ്പാട്, ആ ഓർഗനൈസേഷനോട് ഒരു കടപ്പാട് ഉണ്ടാവുന്നത്. സോ എന്താണ് അവർക്ക് ആ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് വിട്ടുപോകുന്ന നിരക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ റിഡക്ഷൻ ഇൻ അട്രിഷൻ റേറ്റ് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമുക്ക് നെക്സ്റ്റ് നോക്കാം, എൻഹാൻസ്മെന്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി. എൻഹാൻസ്മെന്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുക അല്ലെ. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഇംപ്രൂവ് മോട്ടിവേഷൻ, ടേക്ക് കെയർ ഓഫ് ഹെൽത്ത് ഓഫ് എംപ്ലോയീസ്, help the employee to relax mentally and physically with schemes like holidays, farms and sports, and impart many other benefits. ഓക്കെ, നമുക്കറിയാം എന്താണ് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അല്ലെ, പഴയ ജോലികളൊക്കെ വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിൽ വന്നു പോകാനൊക്കെ ആയിട്ട് ഉള്ളൊരു താല്പര്യം ഉണ്ടാക്കി കൊടുക്കുന്നത്. കാരണം നമുക്കറിയാം അതർ ബെനിഫിറ്റ്സുകളാണ് അല്ലെ, സാലറിക്ക് അപ്പുറമുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളാണ് ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. സോ ആ എംപ്ലോയീസ് ഹാപ്പി ആയിരിക്കും. സോ അവര് എന്താണ് അതിനനുസരിച്ചുള്ള ആ ഒരു പ്രത്യേകത അവർ പ്രകടിപ്പിക്കുകയും ചെയ്യും അല്ലെ. ടേക്ക് കെയർ ഓഫ് ഹെൽത്ത് ഓഫ് എംപ്ലോയീസ്. ഇവിടെ തീർച്ചയായിട്ടും നമ്മൾ മോട്ടിവേഷൻ മാത്രമല്ല കൊടുക്കുന്നത്, അവിടെയുള്ള എംപ്ലോയീസിന്റെ ആരോഗ്യത്തിനെ ഒരു കെയർ അല്ലെ, അത് കൂടി സംരക്ഷിക്കാനായിട്ടുള്ള ഒരു താല്പര്യം. നമുക്കറിയാം മെഡിക്കൽ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ആ ഒരു മെഡിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എംപ്ലോയിയുടെ സുരക്ഷാ കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. Help the employer to relax mentally and physically with the schemes like the holidays, homes and sports. അതായത് മറ്റു ബെനിഫിഷ്യൽ പാക്കേജുകളിലൊക്കെ നമ്മൾ കണ്ടതാണ് എന്താണ് അവർക്ക് വിശ്രമിക്കാനൊക്കെ ആയിട്ടുള്ള ഹോളിഡേ ഹോംസുകളും കാര്യങ്ങളൊക്കെ. ഇൻ കേസ് നമുക്കറിയാം മാനസികമായിട്ടും ശാരീരികമായിട്ടും അത് ഹെൽപ്ഫുൾ ആണ് അല്ലെ. അവിടെ തീർച്ചയായിട്ടും നമുക്ക് ഒരു ലീവ് ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ വന്നു പോവുക എന്നുള്ള ആ ഒരു കാര്യം മാത്രം അതുകൊണ്ട് നടപ്പാകുന്നുള്ളെങ്കിൽ തീർച്ചയായിട്ടും ടയേർഡ് ആവാനൊക്കെ സാധ്യത കൂടുതലാണ് അല്ലെ. ആ സമയം നമുക്കറിയാം വിശ്രമിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം കൂടി അവൈലബിൾ ആക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നെക്സ്റ്റ് ടൈമിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടാവും. സോ എന്താണ് അവിടെ എംപ്ലോയീസിന് ആ ഒരു ചാൻസുകൾ അവൈലബിൾ ആക്കുന്നത് ഇത്തരത്തിലുള്ള ഫ്രിഞ്ച് ബെനിഫിഷ്യൽ പാക്കേജ് കൊണ്ടാണ് അല്ലെ. നമുക്ക് എന്താണ് അപ്പോ തീർച്ചയായിട്ടും എന്താണ് ഹെൽത്തി മൈൻഡ് ആൻഡ് ബോഡി ആൻഡ് ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി ആർ ഹൈലി എഫിഷ്യന്റ് ആൻഡ് പെർഫോം ബെറ്റർ ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി. ഓക്കെ, നല്ല മേന്മയുള്ള രീതിയിലേക്ക് അവരുടെ എംപ്ലോയീസ് ആയി തീരാനായിട്ടുള്ള ഒരു ആരോഗ്യം അതേപോലെ തന്നെ ബോഡിക്കൊക്കെ അതിനുള്ള ഒരു ഫീലിങ്സ് അല്ലെ, മനോഭാവം വളർത്തിയെടുക്കാൻ സാധിക്കുന്നു. Their motivated workers are induced to improve their abilities and knowledge. ഓക്കെ, ഇവിടെ മിക്കപ്പോഴും ചെറിയൊരു സെന്റൻസ് ആണെങ്കിലും അത് കാണാറുണ്ട്.
dash workers are induced to improve their abilities and knowledge. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം അവിടെ ഏത് വർക്കേഴ്സ് ആണ്, അവിടെ മോട്ടിവേറ്റ് ആയിട്ടുള്ള വർക്കേഴ്സ് ആണെങ്കിൽ അവരുടെ കഴിവ് അല്ലെങ്കിൽ നോളജ് ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കും അല്ലെ, അവർ ഉത്സാഹഭരിതരായിരിക്കും. ഓൾ ദീസ് ഫാക്ടേഴ്സ് ഹാവ് എ പോസിറ്റീവ് എഫക്ട് ഓൺ പ്രൊഡക്ടിവിറ്റി. തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എംപ്ലോയി ആണെങ്കിൽ എന്താണ് അവരിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട്സും കൂടുതലായിരിക്കും അല്ലെ, ബെറ്റർ ആയിരിക്കും. സോ അങ്ങനെ വരുമ്പോൾ എന്താണ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക അല്ലെ, ഉത്പാദനക്ഷമത വർദ്ധിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ എങ്ങനെയാ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നത്? എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റിന് അനുസരിച്ചുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളാണ് ലഭ്യമാകുന്നതെങ്കിൽ അവർക്ക് അതിനുള്ള ഫീലിങ്സ് ആയിരിക്കും ആ ഒരു സൊസൈറ്റിനോട്, അതായത് ഓർഗനൈസേഷനോട് അവർക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. സോ അവരെന്ത് ചെയ്യും, വർക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. സോ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, എൻഹാൻസ്മെന്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി. ണോ? വായിച്ചു നോക്കേണ്ടതുണ്ടോ? പോയിന്റ് നോട്ട് ചെയ്തല്ലോ അല്ലെ, മോട്ടിവേറ്റഡ് വർക്കേഴ്സ് ആണ് ഇൻഡ്യൂസ്ഡ് ടു ഇംപ്രൂവ് their ability and knowledge. Problems of last point നോക്കാം. Create trust and warmth in employee relationship. Create trust and warmth in employer relationship. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? തൊഴിലുടമയും തൊഴിലാളിയും തമ്മിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് അത് ഊഷ്മളമാക്കി കൊണ്ടുവരാനായിട്ട് നമുക്കറിയാം ഫ്രിഞ്ച് ബെനിഫിറ്റ് കൊണ്ട് സാധിക്കുന്നു. അതായത് നമുക്കറിയാം ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജ് ലഭ്യമാകുമ്പോൾ തീർച്ചയായിട്ടും എംപ്ലോയി ഹാപ്പി ആയിരിക്കും. ഇൻ കേസ് എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഫെസ്റ്റിവലിലൊക്കെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്കറിയാം ആ ടൈമിലൊക്കെ നല്ലൊരു ബെറ്റർ സംഭാഷണങ്ങളൊക്കെ നടത്താനായിട്ട് തൊഴിലുടമയ്ക്കും തൊഴിലാളികൾക്കും അവസരം കിട്ടുകയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് മേക്ക് ദ എംപ്ലോയീസ് ഫീൽ ദാറ്റ് their needs are taken care of by the employer. എപ്പോഴും എംപ്ലോയീസിന് ഒരു നല്ലൊരു ഫീലിങ്സ്, അതായത് എംപ്ലോയർ ആയിട്ട് അല്ലെ അവര് നമ്മളെ നന്നായിട്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ കണ്ടറിഞ്ഞ് നമുക്ക് ഇൻ കേസ് പല ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാകുന്നുണ്ട് എന്നുള്ള ഒരു ഫീലിങ്സ് അവർക്ക് ഉണ്ടാകുന്നു. റിവാർഡ്സ് ഫോർ ഗുഡ് പെർഫോമൻസ് assure employees that their work is being recognized by the employer. ഇതുണ്ട്, എന്നാലും കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ക്ലാസ് ക്ലിയർ ആയിട്ട് തന്നെ പോകുന്നില്ലേ? ഉണ്ട്. ഓക്കെ. Rewards for good performance assure employees that their work is being recognized by the employer. തൊഴിലുടമ അല്ലെ തൊഴിലാളികളുടെ ബെറ്റർ പെർഫോമൻസ് കണ്ടിട്ട് അതിനനുസരിച്ചിട്ടുള്ള അംഗീകാരം കൂടി കൊടുക്കുന്നുണ്ട് അല്ലെ. നമ്മളിപ്പോ എന്തെങ്കിലും അവാർഡുകൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സാലറി ഒക്കെ അഡീഷണൽ ആയിട്ടൊക്കെ അവർക്ക് ലഭ്യമാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ചെയ്യുന്ന ആ ഒരു പെർഫോമൻസ് അത് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് എന്നുള്ള ഒരു മനോഭാവം ആർക്കുണ്ടാവുന്നു? എംപ്ലോയിക്ക് ഉണ്ടാകുന്നു. ഓൾ ഇൻ ഓൾ എ സ്പിരിറ്റ് ഓഫ് എ മ്യൂച്വൽ ട്രസ്റ്റ് പ്രിവെയിൽസ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ്. ഓക്കെ, ഇൻ ഓൾ സ്പിരിറ്റ് അല്ലെ, അവിടെ അവർക്ക് എന്താണ് മ്യൂച്വൽ ആയിട്ടുള്ള ഒരു വിശ്വാസം തീർച്ചയായിട്ടും തൊഴിലുടമ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ലഭ്യമാക്കുമ്പോൾ എന്താണ് എംപ്ലോയിക്ക് ആ ഒരു കമ്മിറ്റ്മെന്റ്, ഒരു സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ എംപ്ലോയറിനോടുള്ള ഒരു വിശ്വസ്തത കൂടുതലായിട്ടുണ്ടാവും.
ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് all in all spirit of a mutual trust prevails between the employer and employees. ഇങ്ങനെയുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാകുമ്പോൾ ബെറ്റർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു വിശ്വാസം തൊഴിലുടമയും തൊഴിലാളികളും തമ്മിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇത് സഹായിക്കുന്നു. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇമ്പോർട്ടൻസ് ആണ് കവർ ചെയ്തത്. എംപ്ലോയി ബെനിഫിറ്റ്സിന്റെ ഇമ്പോർട്ടൻസ് 4 പോയിന്റ്സ് ആണ് ഉള്ളത്. ഓർത്ത് വെച്ചേക്കാം. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഫോർ വർക്കേഴ്സ്, റിഡക്ഷൻ ഇൻ ആട്രിഷൻ റേറ്റ്. എന്താണ് റിഡക്ഷൻ ഇൻ ആട്രിഷൻ റേറ്റ് എന്ന് ഓർത്ത് വെച്ചേക്കണം അല്ലെ? അവിടെ കമ്പനിയിൽ നിന്ന് വിട്ടുപോകുന്ന നിരക്ക് കുറയുന്നു. ദെൻ എൻഹാൻസ്മെന്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി, ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. അവർ സാറ്റിസ്ഫൈഡ് ആകുന്നത് കൊണ്ട് തന്നെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാകുന്നു. ദെൻ ക്രിയേറ്റ് ട്രസ്റ്റ് ആൻഡ് വാംത്ത് ഇൻ എംപ്ലോയി റിലേഷൻഷിപ്പ്. തൊഴിലാളികളെ തമ്മിൽ നല്ല ഊഷ്മളമായിട്ടുള്ള നല്ല വിശ്വാസവും എല്ലാം വളർത്തിക്കൊണ്ടുവരാനായിട്ട് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് കൊണ്ട് സാധിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാറുള്ളത് പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് കുറച്ചേ ഉള്ളൂ, ജസ്റ്റ് നോക്കാം. Certain problems that may arise while under administering employee benefit programs which are as follows. ഈ എംപ്ലോയി ബെനിഫിറ്റ്സ് കൊണ്ട് ചില പ്രോബ്ലംസും ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതായത് ഈ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാകുമ്പോൾ ചിലപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ മാതിരി ഇൻട്രസ്റ്റ് ഒക്കെ ആയിട്ട് അവർ നന്നായിട്ട് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. ചിലപ്പോൾ അവരതൊന്നും മൈൻഡ് ചെയ്യില്ല. അതൊക്കെ എല്ലാ കമ്പനികളും കൊടുക്കുന്നതാണ് എന്ന് മനോഭാവമായിരിക്കും. അങ്ങനെ ഉണ്ടാവൂലേ മനോഭാവം? ഈ കമ്പനി മാത്രമല്ല, മറ്റു എല്ലാ കമ്പനി ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലെ? ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാകുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഒരു മനോഭാവമായിരിക്കും അവർക്ക് ഉണ്ടാവുക അല്ലെ? അപ്പൊ അതുപോലെ അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് ഇതിന് സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ എടുത്ത് പറയുന്നത്. നമുക്ക് ഫസ്റ്റ് വേണ്ടത് തന്നെ അതാണ് പറയുന്നത്, പാരന്റലിസം. ഓക്കെ, അതായത് കുട്ടികളെ നോക്കുക, അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുക, അവരെ അല്ലെ എന്താ തിരുമണി സന്തോഷവാന്മാരാക്കുക എന്നൊക്കെ പറയുന്നത് പാരന്റ്സിന്റെ ഒരു കടമയെന്നോണമാണ് ഉള്ളത് അല്ലെ? ആക്ച്വലി അങ്ങനെയാണ് തന്നെയാണ് പാരന്റ്സ് തീർച്ചയായിട്ടും കുട്ടികളെ കെയർ ചെയ്യുന്നതും ഒരാളുടെ ഡ്യൂട്ടി എന്നുള്ള ഒരു രീതി തന്നെയാണ്. പക്ഷെ തൊഴിലുടമ എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ തൊഴിലാളികളും അങ്ങനെ ഒരു പാരന്റൽ ആയിട്ടുള്ള ഒരു ഫീലിങ്സ് അല്ലെ? തൊഴിലുടമ അത് ഞങ്ങൾക്ക് ചെയ്തു തരേണ്ടതാണ് എന്നുള്ളൊരു മനോഭാവമാണ് മിക്കപ്പോഴും മിക്ക കമ്പനികളിലും എന്തെങ്കിലും ഓഫറിങ്ങൊക്കെ കൊടുക്കുമ്പോൾ സ്വീകരിക്കല്ലേ ലഭ്യമാകുമ്പോഴൊക്കെ അവരുടെ മനോഭാവം ഉണ്ടാവാൻ സാധ്യതകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പോയിന്റ് വരുന്നത് പാരന്റലിസം ചാർജ്. ഓക്കെ, when numerous benefits are offered by the employers to their employees, it seems as if the company is playing the role of the parents and the employees are their children. ഓക്കെ, അവിടെ പ്രധാനമായിട്ടും പറയാൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ അതിൽ തന്നെ കുട്ടികളാണ് എന്നല്ലേ അവിടെ തൊഴിലാളികൾ എന്ന് പറയുന്നത്. അവര് തൊഴിലുടമ തീർച്ചയായിട്ടും തൊഴിലാളികൾക്ക് ലഭ്യമാകേണ്ടതാണ്. ആ ഒരു പ്ലേയിങ് ദ റോൾ ഓഫ് പാരന്റ്സ് ആൻഡ് ദ എംപ്ലോയീസ് അല്ലെ? അവിടെ എംപ്ലോയീസ് തൊഴിലാളികളെല്ലാം തന്നെ
എന്താണ് തൊഴിലുടമ അത് ചെയ്തു തരേണ്ടതാണ് എന്നുള്ളൊരു മനോഭാവമാണ് ഇവിടെ എടുത്ത് പറയുന്നത്. Sometimes employees develop feelings that the service and the benefits offered to them are actually their rights, which is actually not correct. It means that the employee taken the employer's parental care for granted. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എന്താണ് തൊഴിലാളികള് വിചാരിക്കുന്നത് എന്താണ് ആ റൈറ്റ്സ് ഒക്കെ ആ അവകാശങ്ങളൊക്കെ നമുക്ക് മസ്റ്റായിട്ടും ലഭ്യമാകേണ്ടതാണ് എന്നുള്ള ഒരു മനോഭാവമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ എംപ്ലോയേഴ്സ് പാരന്റൽ കെയർ ഫോർ ഗ്രാൻഡ്. ഓക്കെ, അത് തീർച്ചയായിട്ടും തൊഴിലുടമ തൊഴിലാളികളുടെ പാരന്റ് എന്ന നിലയ്ക്ക് തൊഴിലാളികൾക്ക് വേണ്ടി ലഭ്യമാക്കേണ്ടതാണ് എന്നുള്ള ഒരു മനോഭാവമാണ് തൊഴിലാളികൾ എടുക്കുന്നത്. അപ്പൊ ആ ഒരു മനോഭാവത്തില് ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജ് ഒക്കെ ഇല്ലേ, അത് മസ്റ്റായിട്ട് എടുത്ത് തരേണ്ടതാണ്. മിക്ക കമ്പനികൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്. ആ ഒരു മനോഭാവം വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ആക്ച്വലി റിസ്ക് അവർ എടുത്തിട്ട് തന്നെയാണ് തൊഴിലുടമ തൊഴിലാളികൾക്ക് കൊടുക്കുന്നത് അല്ലെ. കുറച്ചെങ്കിലും ഫിനാൻഷ്യലി എന്തെങ്കിലും പേയ്മെന്റുകൾ അവർക്ക് ലഭ്യമാക്കേണ്ടതുണ്ടാവും അല്ലെ. എന്തെങ്കിലും കുറച്ച് റിസ്ക് എങ്കിലും അവര് എടുക്കുന്നുണ്ടാവും. ചില കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നതിനെയൊക്കെ കുറിച്ചിട്ടൊക്കെ കുറെ റിസ്കുകളൊക്കെ അല്ലെ. അവിടെ ചിലപ്പോ എന്തെങ്കിലും കോംപ്ലക്സ് തർക്കങ്ങളൊക്കെ വരാൻ സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മുൻകൂട്ടി അതിനൊക്കെ അനുസരിച്ചിട്ട് തന്നെ അറേഞ്ച് ചെയ്യണം. സോ അത്തരം റിസ്ക് ഒക്കെ എടുക്കുന്നത് എല്ലാവരും അല്ലെ പാരന്റിലാണ് എന്നുള്ള രീതിയിൽ ആ മനോഭാവത്തോടെ വീക്ഷിക്കുന്നത് അത്ര ശരിയല്ല അല്ലെ. അതാണ് അവിടെ എടുത്ത് പറയുന്നത് പാരന്റലിസം ചാർജ്. ഓക്കെയാണോ? ഓക്കെയാണോ? ഓക്കെ, നമുക്കിത് കണ്ടിന്യൂ ചെയ്യണം. ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഞാൻ ഓടിച്ചിട്ട് പോകണ്ട, നമുക്ക് എത്താലും മതി, ടൈം ഉണ്ട്. ഓക്കെ, അപ്പോ കുഴപ്പമില്ല. ഫസ്റ്റ് പോയിന്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്, പാരന്റലിസം ചാർജ്. സെക്കൻഡ് പോയിന്റ് ഹ്യൂജ് എക്സ്പെൻഡിച്ചർ ആണ്. അറിയാവുന്ന കാര്യങ്ങൾ തന്നെ അതിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളോ? ഏതെങ്കിലും ഭാഗത്തെ ഡൗട്ടുകളുണ്ടോ? തിരിച്ചൊന്നുമില്ല. ഓക്കെ, അപ്പോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. കുറച്ച് കൂടുതൽ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നോക്കാം, നെക്സ്റ്റ് ടൈമിൽ നമുക്ക് കൂടുതൽ എടുക്കാം.